ഓക്കെ മോർണിംഗ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നിർത്തിയെടുന്ന് തുടങ്ങുകയാണ്. നമ്മൾ സ്പേസ് കർവുകളുടെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. പ്രോബ്ലം നമ്പർ 3.6. The shape of the curving slip rod joining two motorways that cross at right angles and are at a vertical height z equal to 0 and z equal to h can be approximated by the space curve r equal root 2h divided by pi into ln of cos z pi by 2hi plus again root 2h by ln of sin z pi by 2h into j plus zk. So, our question is show that the radius of curvature rho of the slip rod is അങ്ങനെയല്ല, മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന സ്ലിപ്പ് ചെയ്ത് മുകളിലുള്ള ഒരു റോഡ് ഉണ്ട്, താഴേക്ക് അതിൽ നിന്ന് കണക്ട് ചെയ്യുന്ന റോഡിന്റെ കാര്യമാണ് ഈ പറയുന്നത്. റേഡിയസ് ഓഫ് കർവേച്ചർ റോ ഓഫ് ദി സ്ലിപ്പ് റോഡ് ഈസ് റോ ഈസ് ഈക്വൽ ടു 2h by pi into z pi by h at the height is പ്രൂവ് ചെയ്യണം. അതോടൊപ്പം തന്നെ -1 by rho എന്നും പ്രൂവ് ചെയ്യണം. ഫോർ കൺവീനിയൻസ് is equal to root 2h by pi, then z is equal to ഇവിടെ വേരിയബിൾസ് അപ്പോൾ തീറ്റയിലേക്ക് മാറും. ഇവിടെ pi z by 2h ഇത് തീറ്റയാകും. സോ we have r is equal to a into ln cos theta I a into ln of sin j plus what about z? a യുടെയും ഇതിന്റെയും വാല്യൂ എടുക്കുക. z എന്ന് പറയുന്നത് ആക്ച്വലി 2h theta by pi ആണ്. ഇവിടെ റൂട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ a equal to 2h by pi എന്ന് കിട്ടും. സോ ദിസ് ഇസ് root 2a theta എന്ന് വരും. ഓക്കെ, theta into k. സോ z is equal to or root 2a theta. ഇതിൽ അതിനെ എഴുതാം. ഓക്കെ, ആണ് this is a into ln cos theta I plus theta j plus root 2 k എന്ന് എഴുതി. സോ അങ്ങനെ എഴുതി. ഇനി നമുക്ക് വേണ്ടത് റേഡിയസ് ഓഫ് കർവേച്ചർ ഒക്കെ ആണെങ്കിൽ കാപ്പ വേണം, റോ വേണമെങ്കിൽ 1 by കാപ്പയാണ്. ഡി സ്ക്വയർ ആർ ബൈ ഡി എസ് സ്ക്വയറിന്റെ മോഡുലസ് ആണ്, അല്ലെങ്കിൽ ഡി ടി ബൈ ഡി എസിന്റെ മോഡുലസ് ആണ്. ഡി ടി ബൈ ഡി എസ് വേണമെന്നുണ്ടെങ്കിൽ അത് ഡി ആർ ബൈ ഡി എസ് വേണം. ഡി ആർ ബൈ ഡി എസ് ആണ് അടുത്ത് വേണ്ടത്. ഡി ആർ ബൈ ഡി എസ് ഇവിടെ എസ് ഇല്ല, അപ്പൊ നമ്മൾ നേരത്തെ പോലെ ഡി ആർ ബൈ ഡി തീറ്റ വേണം. ഡി ആർ ബൈ ഡി തീറ്റ എ ഇൻറ്റു എൽ എൻ കോസ് തീറ്റ സ്റ്റെപ്പും ചെയ്യുന്നില്ല. ഡെറിവേറ്റീവ് 1 by cos theta into cos theta ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ. സോ ദിസ് ഇസ് മൈനസ് ടാൻ തീറ്റ ഐ പ്ലസ് ഇത് വന്നിട്ട് കോട്ട് തീറ്റ ജെ കിട്ടും root 2k dr by d theta. Now ds modulus modulus of dr by d theta ആണ്. നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. This is root of a common ആണ്, a square into this is tan square theta plus cot square theta plus root 2 ന്റെ സ്ക്വയർ 2 ആണ്. ഇനി നമുക്കറിയാം ഇതിൽ 1 plus tan square theta c square theta ആണ്, 1 plus cot square theta cos square theta ആണ്. ഈ 2 ഇതിനോടൊപ്പം ചേർക്കുക, ഇതിനോടൊപ്പം ചേർക്കുക. സോ ദിസ് ഈസ് a into root of c square theta plus cos square theta. ആ രീതിയിൽ ഇത് മാറും. ഇതിനെ ഒന്ന് റീറൈറ്റ് ചെയ്യാണ്. sec എന്ന് പറയുന്നത് 1 by cosഉം cosec എന്ന് പറയുന്നത് 1 by sinഉം ആയതുകൊണ്ട് so this is a into, so that is അതുകൊണ്ട് right side is a into root of 1 by cos square theta plus 1 by sin square theta. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ a into root of cos square theta plus sin square theta by
cos square theta sin square theta. അത് ന്യൂമറേറ്റർ 1 ആണ്. സോ a by cos theta sin theta എന്ന് കിട്ടും. a by sin theta cos theta. ഓക്കെ, അപ്പൊ നമുക്ക് dr by ds കിട്ടി. ഇനി വേണ്ടത് t ആണ്. t അല്ല, t cap ആണ്. dr by ds by d theta കിട്ടി. ഇനി നമുക്ക് t cap ആയ dr by ds വേണം. dr by ds ആണെങ്കിൽ dr by d theta ഉണ്ട്, ds by d theta ഇത് രണ്ടും വേണം, എങ്കിലേ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ t cap tangent vector t cap is equal to dr by d theta by ds. Minus tan theta I plus cot theta j plus root 2k. നമ്മൾ d theta by ds by d theta കണ്ടുപിടിച്ചു. സോ അതിന്റെ റെസിപ്രോക്കൽ ആണ് d theta by ds. cos theta sin theta a. So a and a are get cancelled. ഈ cos substitute ചെയ്യുമ്പോൾ ഇത് tan theta sin theta by cos theta ആണ്. സോ sin cos theta പോയിട്ട് minus sin square theta I plus ഇത് വന്നിട്ട് cos square theta j plus root 2 sin theta k എന്ന് കിട്ടും. വേണമെങ്കിൽ ഇതിനെ ഒന്നുകൂടെ ഒന്ന് മാറ്റാം. നമുക്ക് 2 sin theta cos theta sin 2 theta ആണ്. ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യുക. So this is minus sin square theta I plus theta j plus ഡിവൈഡ് ചെയ്യുമ്പോൾ root 2 by 2 1 by root 2 into sin 2 theta k. ഇതാണ് dt by ds. Sorry, what about this one? അത് t ആണ്. Then dt by ds. Once again dt by d theta into d theta by ds. dt by d theta ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക. This is minus 2 sin theta cos theta I plus 2 cos theta minus plus 2 by root 2 into cos 2 theta k എന്ന് കിട്ടും. പിന്നെ അടുത്ത് d theta by ds കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. cos theta sin theta by a minus sin 2 theta I plus again അത് മൈനസ് തന്നെയാണ്, minus sin 2 theta j plus root 2 by root 2 cos 2 theta k into cos theta sin theta by a. So we have dt by ds. Now what about kappa? 1 by rho is equal to kappa equal to modulus of dt by ds. അതിൽ ഇവൻ കോമൺ ആണ്. സോ അതിന്റെ മോഡുലസ് എടുക്കുമ്പോൾ root of cos theta sin theta by a the whole square into അകത്ത് sin square 2 theta plus again sin square 2 theta 2 cos square 2 theta എന്ന് കിട്ടും. Again cos theta sin theta into അകത്ത് നോക്കിയാൽ sin square 2 theta 2 times sin square 2 theta. ഇവിടെ ഒരു 2 cos square 2 theta. അപ്പൊ രണ്ടും കൂടെ 2 into sin square 2 theta plus cos square 2 theta എന്ന് കിട്ടും. നമുക്കറിയാം അത് 1 ആണ്. So this is 2 into ഇനി ഇത് വന്നിട്ട് sin 2 theta by so ഇവിടുന്ന് 2 പുറത്തെടുക്കുക. അപ്പൊ root 2 into sin 2 theta by 2a sin 2 theta by root 2a എന്ന് കിട്ടും. is equal to root 2a divided by sin 2 theta. 1 by sin 2 theta എന്ന് പറയുന്നത്
കൊസീക് 2 തീറ്റ ആണ്. അപ്പൊ √2a കൊസീക് 2 തീറ്റ. പക്ഷേ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ തിരിച്ച് അപ്ലൈ ചെയ്താൽ എയുടെ വാല്യൂവും തീറ്റയുടെ വാല്യൂവും തിരിച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? അത് നോക്കുക. 2h by pi into cosec pi z by h എന്ന് നമ്മുടെ കർവേച്ചറിന്റെ കാര്യം റോ അവിടെ കിട്ടി. ടോർഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബി വേണം. ബി വേണമെങ്കിൽ എന്നും ടിയും വേണം. ഓൾറെഡി ടി നമ്മുടെ കയ്യിലുണ്ട്. എൻ എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടർ ആണ്. സോ എൻ ഇസ് dt by ds divided by modulus of dt by ds. അതിൽ ഓൾറെഡി നമുക്ക് dt by ds ഒക്കെ ഉണ്ട്. So we have n cap is equal to dt by ds by modulus of dt by ds, which is equal to modulus of dt by ds നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അത് എനിക്കൊന്ന് നമ്മൾ ആ സിംപ്ലിഫൈ ചെയ്തതിൽ ഇടയ്ക്കുള്ളൊരു സ്റ്റെപ്പ് ഉപയോഗിക്കാം. അപ്പോൾ അതിങ്ങനെ വരും a by √2 cos theta sin theta. sin 2 theta ആക്കുന്നതിന് മുമ്പുള്ള ഉപയോഗിക്കാം. അതാണ് ഇവിടെ സൗകര്യം. ഇൻറ്റു മോഡൽ ആയിരുന്നു dt by ds. അത് ഓൾറെഡി cos theta sin theta by a into minus sin 2 theta j plus √2 cos 2 theta k. പോയി ഒരു 1/√2 മാത്രം ഉണ്ടാവും. 1/√2 into minus sin 2 theta I minus sin 2 theta j plus √2 cos 2 theta k. Then n I j k t യുടെ components minus sin square theta plus cos square theta √2 sin theta cos theta. Then components of n ഇപ്പൊ കിട്ടിയില്ലേ? minus by √2 minus sin 2 theta by √2 cos 2 theta. സോറി √2 ഇല്ല, ഇവിടെ ആ √2 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വരും. I into cos square theta, this is minus minus plus √2 പോവും, theta sin theta cos theta. അടുത്ത minus j into minus sin square theta cos 2 theta, again minus minus plus √2 പോയിട്ട് sin 2 theta sin theta cos theta. Then plus into minus into minus plus sin 2 theta by √2 square theta sin theta cos square theta sin 2 theta by √2. ഇങ്ങനെ വരും. sin 2 theta 2 sin theta cos theta ആയിട്ട് എടുക്കുക. അപ്പോൾ 2 into sin square theta cos square theta എന്ന് വരും. സോ ഒരു cos square പുറത്തെടുത്താൽ ഇങ്ങനെ കിട്ടും. cos square theta into cos 2 theta plus sin square theta, 2 sin square theta into I. ഇതുപോലെ ഇവിടെ അങ്ങനെ തന്നെയാണ്. sin 2 theta 2 sin theta cos theta എന്ന് എഴുതാം. അപ്പൊ ഇത് വന്നിട്ട് 2 sin square theta cos square theta, ഒരു sin square theta പുറത്തെടുക്കാം, minus sin square theta into minus cos 2 theta plus 2 cos square theta into j. ഇനി ഇവിടെ വന്നിട്ട്
സൈൻ സ്ക്വയർ തീറ്റ ബൈ സൈൻ 2 തീറ്റ ബൈ റൂട്ട് 2 ഇവിടെ ഉണ്ട്, കോമൺ ആയിട്ട് എടുക്കുക. അപ്പൊ സൈൻ തീറ്റ വരും, അത് 1 ആണ്. സോ പ്ലസ് സൈൻ 2 തീറ്റ ബൈ റൂട്ട് 2 ഇൻറ്റു കെ. ഇനി ഇതിന്റെ സിംപ്ലിഫിക്കേഷൻ, ഇതിനെ സിംപ്ലിഫിക്കേഷൻ ഞാൻ നോട്ടിൽ എഴുതിയിട്ടുണ്ട്. ഇത് 1 ആണ് കിട്ടും, ഈ സിംപ്ലിഫിക്കേഷൻ ഇതും 1 ആണെന്ന് കിട്ടും. അപ്പോ ഇത് വന്ന് cos square theta into I minus sin square theta into j 2 theta by root 2 into k എന്ന് കിട്ടും. അത് നമുക്ക് കിട്ടിയത് b ആണ്. ഇതേപോലെ db by ds കണ്ടുപിടിക്കുക. db by ds equal to db by d theta by ds plus 2 sin theta I അടുത്ത minus theta cos theta j 2 cos 2 theta by root 2 k into cos theta sin theta by എന്ന് വരും. again ഇത് വന്നിട്ട് മൈനസ് സൈൻ 2 തീറ്റ j root 2 by root 2 cos 2 k cos theta sin. ഇനി എന്നിന്റെ എക്സ്പ്രഷൻ നോക്കിയാൽ n നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു 1 by root 2. So this is root 2n. അപ്പോൾ ഇത് root 2n ആണ്. ഇത് വന്നിട്ട് cos theta sin theta ഉണ്ട്. സോ നമുക്ക് ഇങ്ങനെ കിട്ടും cos theta sin theta by a into root 2n. ഇനി നമുക്ക് ടോർഷൻ വേണം. ടോർഷൻ tau is given by tau is equal to minus db by ds dot nr n cap. db by ds നമ്മുടെ കയ്യിൽ ഇതാ ഇപ്പൊ കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് മൈനസ് cos theta sin theta root 2 ആദ്യം എഴുതാം. db by ds നമ്മളിപ്പോ കണ്ടുപിടിച്ചു. മൈനസ് root 2 into cos theta sin theta by n cap dot n cap n. ഇവിടെ ഡോട്ട് പ്രോഡക്റ്റിന്റെ പ്രത്യേകത മൈനസ് root 2 sin theta cos theta divided by a into n dot n mod n square ആണ്. n mod n square. ഇത് യൂണിറ്റ് വെക്ടർ ആയതുകൊണ്ട് സോ നമ്മുടെ ആൻസർ മൈനസ് root 2 sin theta cos theta divided a which is minus 1 by rho എന്ന് കിട്ടി. ചെയിൻ റൂൾ ആണ് വെക്ടർ ഫങ്ഷൻസ് ഓഫ് സെവറൽ വേരിയബിൾസ്. അത് ജസ്റ്റ് ഞാൻ ഒരു കാര്യം പറയാം. സപ്പോസ് നമ്മൾ തന്നിരിക്കുന്ന പോലെ is a vector function of variables a contains variables u1 u2 etc un which each u1 അതായത് u1 തന്നെ വേറൊരു n സെറ്റ് ഉണ്ട് v1 v2 etc vn. ഇതിലെ വേരിയബിൾസ് ആണ്. സോ a is a function of u1 u2 etc un. un is a function of v1 v2 etc vn. u2 is also a function of v1 v2 etc vn. un is also a function. Then what about the partial derivative of a with respect to v1? So v1 ലാണ് ഡെറിവേറ്റീവ് എടുക്കേണ്ടത് etc ആണ്. അപ്പോൾ ഇതിലുള്ള ഓരോന്നിലുള്ള ഡെറിവേറ്റീവ് v1 ഓരോന്നിലും v1 ഉണ്ട്. അപ്പോൾ v1 വെച്ചിട്ടുള്ള ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോൾ നാച്ചുറലി dou a by dou u1 into dou u1 by v1 plus dou a by dou u2 into dou u2 by dou v1 plus etc plus dou a by dou un into dou un divided by dou v1 എന്ന് എഴുതാം. ഓർ ഇതിനെ നമുക്ക് j equal to 1 to n dou a by dou uj into divided by dou v1 എന്ന് എഴുതാം. ഇതുപോലെ വെച്ചിട്ടുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ് ഇതുപോലെ തന്നെ വരും. v3 v4 v etc vn. അത് ഞാൻ ഡീറ്റെയിൽസ് എഴുതുന്നുണ്ട് ഓൾറെഡി. ഇങ്ങനെ കിട്ടും. 23 ഇക്വേഷൻ 23 പറയുന്നുണ്ട്. ഇനി ഒരു സ്പെഷ്യൽ കേസ് എടുക്കുക. സപ്പോസ് എ എന്ന് പറയുന്നത് ഒരു സിംഗിൾ
K is a function of vector function of variable v. But v എന്ന് പറയുന്നത് ഓരോന്നും v1 v2 etc. ഇതിൽ ഓരോന്നിലെയും ഫംഗ്ഷൻ ആണ്. വാട്ട് ഈസ് ഡെറിവേറ്റീവ് ഓഫ്, അപ്പോൾ a മാത്രം എടുത്താൽ u1 എന്ന് പറയുമ്പോൾ v എന്ന് പറയുമ്പോൾ അത് ആക്ച്വൽ ഡെറിവേറ്റീവ് തന്നെ വരും, da/dv പാർഷ്യൽ അല്ല. പക്ഷേ വിക്കകത്തിന് ഓരോ വേരിയബിൾസ് ഉണ്ടല്ലോ, അതെങ്ങനെയായിരിക്കും? അത് ∂a/∂v പ്ലസ് ഇതുപോലെ എന്താ നമ്മൾ നേരത്തെ ചെയ്ത് ബാക്കിയെല്ലാം പറയാം, ∂a/∂u1 into ∂u1/∂v പ്ലസ് എക്സെട്ര പ്ലസ് ∂a/∂un into ∂un divided by ∂v എന്ന് കിട്ടും. സോ ഇതാണ് ചെയിൻ റൂൾ. സ്പെഷ്യൽ കേസ് ആയിട്ട് ഈ dv ഉണ്ട്, da എന്ന് പറയുന്നത് എന്താവും? da എന്ന് പറയുന്നത് ∂a/∂u1 into d1 plus ∂a/∂u2 into d2 plus അങ്ങനെ പൊയ്ക്കോളും. അത് നമുക്ക് ഈ സർഫസിന്റെ ഒക്കെ പ്രോബ്ലം വരുമ്പോഴും പലപ്പോഴും ആവശ്യമുണ്ട്. സോ നെക്സ്റ്റ് വി ഡിസ്കസ് അബൌട്ട് ദി സർഫസ് ഇൻ സ്പേസ്. ഓക്കെ, പ്ലൂറൽ തന്നെ ആയിക്കോട്ടെ. സർഫസ്. ഓക്കെ, നമുക്ക് അറിയാം പ്ലെയിനിലായാലും സ്പേസിലായാലും കർവ് എടുത്താൽ ആ കർവുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ വരാം. ഇപ്പൊ കർവിലെ ഓരോ പോയിന്റ് എടുക്കുന്നു. ഇപ്പൊ കർവിന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. വെക്ടർ ഇക്വേഷൻ ആണെങ്കിൽ ആ പോയിന്റിന്റെ ആക്ച്വലി ഇക്വേഷൻ ഇവിടെ നമുക്ക് വെക്ടർ ആയിട്ട് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ആയിട്ട് അതിന് എഴുതുന്നു. xi plus yj plus zk അതിനൊരു റിലേഷൻ ഉണ്ടാവും പറയുന്നത്. ഇപ്പൊ കർവിൽ അടുത്ത് വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് വരാവുന്നത്? കർവിൽ ഒരു പോയിന്റ് എടുക്കുന്നു, ആ പോയിന്റിലുള്ള ടാൻജന്റ്, ആ പോയിന്റിലൂടെയുള്ള നോർമൽ എന്താണ്? ഇതൊക്കെയാണ് കർവിന്റെ ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും കർവിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചൊക്കെ നമുക്ക് തരുന്നത്. ഒരു 3 ഡയമെൻഷണൽ എക്സ്റ്റൻഷൻ ആണ് സർഫസ്. അപ്പൊ സർഫസിൽ വരുമ്പോൾ ഇതൊക്കെയാണ് ഞാൻ റഫ് വേണ്ട, നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെയുള്ള ഒരു ഫിഗർ വരയ്ക്കാം. ഒരു എസ് എന്ന് പറഞ്ഞൊരു സർഫസ്, ഈ സർഫസ് എടുത്താൽ ഈ സർഫസിൽ എന്തൊക്കെ കാണാം? ഈ സർഫസിൽ തന്നെ അതിലൂടെ പാസ് ചെയ്യുന്ന ലൈൻസ് ഉണ്ട്, കർവുകളുണ്ട്. സർഫസിലൂടെ തന്നെ പലതരത്തിലുള്ള കർവുകൾ പാസ് ചെയ്യും. അപ്പൊ ഞാൻ എന്റെ എക്സാക്ട് ആയിട്ട് Z ആക്സിസ്, X ആക്സിസ്, Y ആക്സിസ്. ഈ സർഫസിൽ ഒരു പോയിന്റ് എടുത്തു പി നമ്മൾ ഇവിടെ ഒറിജിനിലേക്ക് ജോയിൻ ചെയ്ത പൊസിഷൻ വെക്ടർ എടുക്കുക, പി. ആ പൊസിഷൻ വെക്ടറിനെ നമുക്ക് ഇനി മുതൽ അതിന്റെ വേരിയബിൾ പിന്നീട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എടുത്തു. അപ്പൊ ഇവിടെ വരുമ്പോ ഈ പി എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന കർവുകൾ ഉണ്ടാവും. ഈ പി എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ആ കർവിന്റെ തന്നെ ടാൻജന്റ് ഉണ്ട്. ഇപ്പൊ ഇങ്ങനെ പി എന്ന് പറയുന്ന പോയിന്റിലൂടെ ഇങ്ങനെ ഒരുപാട് കർവുകൾ പാസ് ചെയ്യാം. അപ്പൊ ഒരു കർവ് ഇതാണ്, ഇങ്ങനെ വരാം. വേറൊരു കർവ് ഇതാ ഇങ്ങനെ വരാം. ഇതൊന്നും അല്ലാതെ ഇവിടെ ഇൻഫിനിറ്റ് ഓരോ പിയിലൂടെയും പാസ് ചെയ്യും. ആ ഓരോ കർവുകൾക്കും അവിടെ ടാൻജന്റ് ലൈൻസ് ഉണ്ടാകും. ഇതാണ് അടുത്ത പ്രത്യേകത. ഇനി ഒരു പോയിന്റ് തന്നെ എടുത്താൽ സർഫസ് ആകുമ്പോൾ, ഉദാഹരണത്തിന് ഇത് സർഫസ് ആണ്, സർഫസിലെ ഒരു പോയിന്റിലൂടെയുള്ള ഒരു ടാൻജന്റ് ലൈൻ ആണ് എന്റെ ഈ കാണുന്ന പേന. ഓക്കെ, സർഫസ്. പക്ഷേ ഞാൻ എന്റെ ഈ ഡസ്റ്റർ വെച്ചാൽ ഡസ്റ്ററിന്റെ ആ സർഫസ് ഇതുവഴി പാസ് ചെയ്യുന്ന ടാൻജന്റ് പ്ലെയിനാണ്. ഒരു പ്രശ്നമുള്ളത് അത് ഇനി ടാൻജന്റ് ലൈൻ എന്ന് പറയുന്നത് ഒരു നല്ല വരിക, ഇങ്ങനെ ടാൻജന്റ് ലൈൻ വരെ ഇങ്ങനെ പല ടാൻജന്റ് ലൈൻസ് വരാം. ഇങ്ങനെ ഒരു ടാൻജന്റ് ലൈൻ അല്ല, പലതരത്തില് ഇതിനെ അങ്ങ് ടെസ്റ്റ് ചെയ്യുമ്പോൾ പലതരത്തിലുള്ള ടാൻജന്റ് ലൈൻസ് ആണ്. ഈ ടാൻജന്റ് ലൈൻസ് എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു പ്ലെയിൻ ഉണ്ടാക്കുകയാണെങ്കിൽ അതാണ് അവിടുത്തെ ടാൻജന്റ് പ്ലെയിൻ. സോ നമ്മൾ ഇതിനെയൊക്കെ കുറിച്ചൊക്കെ ആണ് അടുത്ത് കാണാൻ പോകുന്നത്. എങ്ങനെയാണ് ഇതൊക്കെ നോക്കുക. സോ നമ്മൾ ആദ്യം കർവിന്റെ ഇക്വേഷൻ എങ്ങനെയാണ്? സർഫസ് എടുക്കുന്നു, ഒരു സർഫസിന്റെ ഇക്വേഷനാണ്. സർഫസിലെ ഏതൊരു പോയിന്റ് നമ്മൾ എടുക്കുന്നു. ഇവിടെ നമ്മൾ രണ്ട് വേരിയബിളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ പൊസിഷൻ വെക്ടറിനെ RUV എന്നുള്ള രീതിയിൽ എഴുതാം. സോ പൊസിഷൻ വെക്ടർ അറ്റ് എനി പോയിന്റ് മീൻസ് RUV എന്ന് നമുക്ക് എഴുതാം. അതിന് 3 കമ്പോണൻസ് ഉണ്ട്. X ഉണ്ടാകും, സോ ഇറ്റ് ഈസ് XUV into Y കമ്പോണന്റ് ഉണ്ടാകും, YUV into J and ZUV into K എന്നെഴുതാം.
വേർ ഇനി സോ ഇത് വെച്ചിട്ട് തന്നെ ഇതിനെ എക്സ് വൈ ഇസഡിനെ സെപ്പറേറ്റ് എടുത്താൽ എക്സ് ഈക്വൽ ടു എക്സ് യു വി y equal to yv z equal to zv എന്ന് എടുത്താൽ അത് സർഫസിന്റെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലുള്ള പാരാമെട്രിക് ഇക്വേഷൻസ് ആയിട്ട് മാറും. അതും ഓക്കെ, അതൊക്കെ നമുക്ക്. ഇനി ഞാൻ പറഞ്ഞ കർവുകളെ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? ഞാൻ നേരത്തെ പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന അല്ലാതെയും കർവ് ഉണ്ടാകാം. അപ്പോ ഇനി അടുത്ത് നമ്മൾ പറയുന്ന കർവുകൾ എങ്ങനെയാണെന്നാണ്. നമ്മൾ വേറൊരു കർവ് എടുക്കുന്നത്, ജനറൽ ഒരു കർവ് എടുത്താൽ നമുക്ക് ഒരു വേരിയബിളിൽ പറയാൻ പറ്റും ലാംഡ എന്നാണ് ആ കർവിന്റെ പേര്. ഏതൊരു പോയിന്റിന്റെയും പൊസിഷൻ വെക്ടറിനെ ആർ ലാംഡ എന്ന് നമുക്ക് സൂചിപ്പിക്കാം. ആർ ലാംഡ എന്ന് പറയുന്നത് അതിനകത്ത് യു വി ഉണ്ടാകും. ആർ ലാംഡ ഇസ് ആർ യു ലാംഡ വി ലാംഡ എന്ന് എഴുതാൻ പറ്റും. ഒറ്റ വേരിയബിളിൽ നമുക്ക് എഴുതാൻ പറ്റും. സോ ആ കർവിന്റെ വേർ യു ഈക്വൽ ടു യു ലാംഡ ആൻഡ് വി ഈക്വൽ ടു വി ലാംഡ, അത് കർവിന്റെ കാർട്ടീഷ്യൻ കോർഡിനേഷൻ ആണ്. അങ്ങനെ. സോ ദെൻ അടുത്തത് ടാൻജന്റ് ടു കർവ്. കർവിന്റേക്കുള്ള ടാൻജന്റ് എന്താണ്? കർവിന്റെ പൊസിഷൻ വെക്ടർ ആർ ആണ്. ആറ് യു വി ആണ്. യു വിയും ലാംഡയിലാണ്. സോ ഡി ആർ ബൈ ഡി ലാംഡ ഇസ് ഈക്വൽ ടു രണ്ട് വേരിയബിൾസ് ഉണ്ട്. ഡോ ആർ പാർഷ്യൽ ഡെറിവേറ്റീവ് യു ഇൻറ്റു അടുത്ത് ഡോ യു ബൈ ഡി ഡോ ലാംഡ എന്ന് എഴുതാം. പക്ഷെ ഇവിടെ യുവിനകത്ത് ഒരു വേരിയബിളേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഫലത്തിൽ അത് ഡി യു ബൈ ഡി ലാംഡ എന്ന് വരും. പ്ലസ് ഡോ ആർ ബൈ ഡോ യു ഇൻറ്റു ആർ ബൈ ഡോ വി ഇൻറ്റു ഡി വി ബൈ ഡി ലാംഡ. നെക്സ്റ്റ് കോർഡിനേറ്റ് കർവ്. നമ്മളിവിടെ കണ്ട ഈ പിയിലൂടെ പാസ് ചെയ്യുന്ന രണ്ട് കർവുകൾ. ഇത് യു ഈക്വൽ ടു C1 എന്ന് പറയുന്നൊരു കർവ്, C1 കോൺസ്റ്റന്റ് ആണ്. അടുത്തത് വി ഈക്വൽ ടു C2 എന്ന് പറയുന്ന കർവാണ് വിചാരിക്കുക. യു ഈക്വൽ ടു C1, വി ഈക്വൽ ടു C2, വേർ C1 ആൻഡ് C2 കോൺസ്റ്റന്റ്. ഈ കർവുകളെയാണ്, അങ്ങനെയുള്ള കർവുകളെയാണ് അവിടുത്തെ കർവ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് അവിടുത്തെ ടാൻജന്റിന്റെ നമ്മൾ ഇവിടെ കണ്ട അനുസരിച്ച് ടാൻജന്റിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇതാണ് ഡി ആർ ബൈ, ടാൻജന്റ് വെക്ടർ എന്ന് പറയുന്നത് ഡി ആർ ബൈ ഡി ലാംഡയാണ്. പക്ഷെ ഡി ആർ ബൈ ഡി ലാംഡ യുവിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഡി യു ബൈ ഡി ലാംഡ സീറോ ആണ്. കാരണം യു ഈക്വൽ ടു C1 കോൺസ്റ്റന്റ് ആണ്. അതിന്റെ അർത്ഥം ഇത് ആയിട്ട് വരും. അപ്പൊ അതിന്റെ അർത്ഥം അവിടുത്തെ ടാൻജന്റ്, അതായത് നമ്മളിപ്പോ യുവിന്റെ കേസാണ് എടുക്കുന്നത്. കൺസിഡർ here du by d lambda equal to 0 or dr by d lambda equals dou r by dou v by d lambda എന്ന് കിട്ടും. That means the tangent is parallel to dou r by dou v. അങ്ങനെ കിട്ടും. അടുത്ത് ഇതേപോലെ തന്നെ വിയുടെ കേസ് എടുത്താലോ. വിയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ dv by d lambda. So for v dr by d lambda എന്ന് പറയുന്നത് dou r by dou u into du by d lambda എന്ന് കിട്ടും. സോ ഈ കേസിൽ അത് dou r by dou u എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റ് കർവ്സിന്റെ നേച്ചർ എന്താ? u equal to C1 എന്ന് പറയുന്ന കർവ്, u equal to C2 എന്ന് പറയുന്ന കർവ് എടുത്തു. ഒരു പർട്ടിക്കുലർ പോയിന്റിലൂടെ രണ്ട് കോർഡിനേറ്റ് കർവ്സ്, അതിൽ the tangent vector or tangent to the curve u equal to dou r by dou v അടുത്തതിന്റെയാണ്. Similarly, tangent to the curve is parallel to dou r by dou u. ഇത് രണ്ടും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോ dou r by dou u by dou v ക്ക് പാരലൽ ആണ് യുവിന്റെ ടാൻജന്റ്, മറ്റേതിന്റെ ടാൻജന്റ് അടുത്തതിനാണ്. സോ നമ്മൾ നമുക്ക് ഇത് രണ്ടും ചേർന്ന് അതിന്റെ കർവ് വെക്ടർ ഇവിടെ ഞാൻ വരയ്ക്കുന്നില്ല, വേണമെങ്കിൽ വരയ്ക്കാം. ഇതിന്റെ ടാൻജന്റ് കർവ് dou u dou v, അടുത്തത് ഇതിന്റേത്. അതാ കൃത്യമായിട്ട് വരയ്ക്കുന്നത് അത്ര ശരിയാവില്ല. സോ അത് അവിടെ തന്നെ കിടന്നാണ് dou r by dou u. ഓക്കെ, നോർമൽ.
What about normal? Normal എന്ന് പറയുന്നത് it is a line. Normal vector is a vector perpendicular to the tangent. The tangentന്റെ കാര്യത്തിൽ tangent ഇതിന്റെ രണ്ടിന്റെയും ഡയറക്ഷനിലാണ് പോകുന്നത്. Tangent curve line എന്ന് പറയുന്നത്. So the normal vector will be perpendicular to both dou r by dou v and dou r by dou u. നമുക്കറിയാം അതിന്റെ രണ്ട് വെക്ടേഴ്സ് എന്നാൽ രണ്ടിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ എന്ന് പറഞ്ഞാൽ അതിന്റെ ക്രോസ് പ്രോഡക്റ്റ് ആണ്. സോ ദ നോർമൽ വെക്ടർ n will be equal to dou r by dou u cross dou r by dou v. ഇനി ഈ വെക്ടേഴ്സിന്റെ കാര്യം, ഇനി അടുത്തൊരു പ്രത്യേകത, സർഫസ് സ്മൂത്ത് ആണെങ്കിൽ, സ്മൂത്ത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഫിസിക്കൽ മീനിങ് പോലെ തന്നെയാണ്, അവിടെ എല്ലാ പോയിന്റിലും അതിന്റെ ഡെറിവേറ്റീവ് ഉണ്ട്, അത് കണ്ടിന്യൂസ് എന്നാണ് അതിന്റെ സ്മൂത്ത് കർവിന്റെ മീനിങ്. ഇപ്പൊ ഇതൊരു സ്മൂത്ത് കർവാണ്, സ്മൂത്ത് സർഫസ് ആണ്. പക്ഷെ ഇവിടെ ഇത് ഒടിവ് വന്നു കഴിഞ്ഞാൽ, ഒടിവുണ്ട് ഇവിടെ, ഒടിവ് വന്നു കഴിഞ്ഞാൽ അത് സ്മൂത്ത് ആകണമെന്നില്ല, അവിടെ ഡിഫറൻഷ്യബിൾ അല്ല. സോ എല്ലായിടത്തും ഡിഫറൻഷ്യബിൾ ആണ്, അവിടുത്തെ ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആണെങ്കിൽ അത് സ്മൂത്ത് കർവ് ആണ്. സ്മൂത്ത് കർവ് ആണെങ്കിൽ then dou r by dou u and dou r by dou v, they are linearly independent എന്ന് പറഞ്ഞാൽ they are not multiples of each other. അതായത് dou r by dou u ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കില്ല dou r by dou v, ഇതിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കില്ല ഇപ്പുറത്തേത്. പരസ്പരം രണ്ടും മൾട്ടിപ്പിൾ ആകാത്തത്. ഉദാഹരണത്തിന് റിയൽ നമ്പേഴ്സ് ഏതെടുത്താലും പറഞ്ഞാൽ ഇവിടെ വ്യത്യാസം എടുത്തു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് 1 2 3 എന്ന് പറഞ്ഞത് 2 4 6 ഇത് പരസ്പരം മൾട്ടിപ്പിൾസ് ആണ്. ബട്ട് 1 2 3 m2 5 6 മൾട്ടിപ്പിൾസ്, കാരണം ഇതിൽ നിന്ന് ഇത് കിട്ടാൻ 2 മൾട്ടിപ്ലൈ ആണ്, ഇവിടെ നിന്ന് ഇവിടെ കിട്ടാൻ 2 മൾട്ടിപ്ലൈ ആണ്. പക്ഷെ ദീസ് ആർ ടു ഇൻഡിപെൻഡന്റ്, ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്ന് പറയാം. അതായത് I plus 2j plus 3k and 2i plus 3j plus 6k are linearly independent vectors. കാരണം they are not multiples. ഇവിടത്തെ മീനിങ്, അതിന്റെ ജനറൽ മീനിങ് ഉണ്ട്, അത് നമുക്കിപ്പോ തൽക്കാലം. അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അത് രണ്ട് പാരലൽ വെക്ടേഴ്സ് അല്ല. പാരലൽ വെക്ടേഴ്സ് അല്ല പിയുടെ കാര്യമാണ്, മറ്റൊരു വെക്ടർ ഇങ്ങനെ പോവാണ്. ഈ രണ്ട് നോൺ പാരലൽ വെക്ടേഴ്സ് ചേർന്നിട്ട് ഒരു പ്ലെയിനിനെ ഉണ്ടാക്കും. പാരലൽ, ഈ വെക്ടറും പാരലലാണ്, ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഒരു ലൈനായിട്ട് മാറും ഡയറക്ഷനിൽ. പക്ഷേ നോൺ പാരലൽ വെക്ടേഴ്സും ഈ രണ്ട് പോയിന്റ് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്, അത് വെച്ചിട്ട് നമുക്കൊരു പ്ലെയിൻ ഉണ്ടാക്കാം. ദാറ്റ് പ്ലെയിൻ ഈസ് ദി ടാൻജന്റ് പ്ലെയിൻ. ടാൻജന്റ് പ്ലെയിൻ ഡിറ്റർമിൻഡ് ബൈ ടാൻജന്റ് പ്ലെയിൻ. പ്ലെയിനറ്റ് പി കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. പിയിലൂടെയുള്ള കോർഡിനേറ്റ് കർവുകൾ എടുക്കുക, ടാൻജന്റ് ലൈൻസ് എടുക്കുക, ഒരെണ്ണത്തിൻ്റെത് അപ്പുറത്തായിരുന്നു ഡോ ആർ ബൈ ഡോ യു ഡോ ആർ ബൈ ഡോ വി എന്ന് കിട്ടും. അത് രണ്ട് സ്മൂത്ത് കർവ് ആണെങ്കിൽ അത് ഇൻഡിപെൻഡന്റ് ആയിരിക്കും, അതായത് അവിടെ പ്ലെയിൻ ഉണ്ടാവും. അത് രണ്ടിനെ കണ്ടെയ്ൻ ചെയ്യുന്ന പ്ലെയിൻ ആണ് അവിടുത്തെ ടാൻജന്റ് പ്ലെയിൻ. ഇനി നമ്മളിപ്പോ നോർമലിന്റെ കാര്യം പറഞ്ഞതുപോലെ ഡോ ആർ ബൈ ഡോ യു ക്രോസ് ഡോ ആർ ബൈ ഡോ വി ആണ് എൻ. സോ ദാറ്റ് വിൽ ബി അതൊരു നോർമൽ ആണ്. ദാറ്റ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ദിസ് ടാൻജന്റ് പ്ലെയിൻ ഓൾസോ. അതുകൊണ്ടാണ് അതിന് നോർമൽ എന്ന് പറയുന്നത്. കാരണം അത് ഇപ്പൊ ഇതാണ് ഡോ ആർ ബൈ ഡോ യു, ഇത് ഡോ ആർ ബൈ ഡോ വി ആണെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് ഇതിനും പെർപെൻഡിക്കുലർ ആണ്, ഇതിനും പെർപെൻഡിക്കുലർ ആണ്. സോ ദാറ്റ് ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ കണ്ടെയ്നിങ് ദീസ് ടു വെക്ടേഴ്സ്. അതിന്റെ അർത്ഥം അതായത് ഇങ്ങനെയായിരിക്കും, ഇതായിരിക്കും എന്നിന്റെ ഡയറക്ഷൻ, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് കിട്ടും. അപ്പോ നമുക്ക് എൻ കിട്ടുന്നത് ഇതിനകത്ത് നിന്ന് എലമെന്റ് ഏരിയ, ആ ഒരു ചെറിയ പ്ലെയിനിലെ, അതായത് ആ സർഫസിന്റെ ഒരു പർട്ടിക്കുലർ റീജിയനിലുള്ള ഏരിയ എടുത്താൽ ഇതാണെന്ന് കാണാൻ പറ്റും. ds is equal to mod n into du dv. അതിനകത്ത് സർഫസ് ഏരിയ s is equal to integral or double integral over r modulus of n into du dv എന്ന് കിട്ടും. mod n എന്ന് പറയുന്നത് modulus of dou r by dou u cross dou r by dou v എന്ന് കിട്ടും. സോ അങ്ങനെ നമുക്ക് സർഫസിനെ കുറിച്ച് പറയാം. ഓക്കെ, നമുക്ക് പ്രോബ്ലം നമ്പർ 5.1. Find the element of area on the surface of a sphere of a. Calculate the total surface area of sphere. Sphere ന്റെ surface area radius ആണെങ്കിൽ 4 pi r square ആണെന്ന് നമുക്കറിയാം, പക്ഷെ അത് ഇവിടെ ഉപയോഗിച്ച് കണ്ടുപിടിക്കണം. So radius a, sphere radius a. Solution square plus a square plus z square equal to a square എന്ന് എടുക്കാം. പക്ഷെ നമുക്കിവിടെ പോളാർ സ്ഫെറിക്കൽ കോർഡിനേറ്റ്സ് ഉപയോഗിക്കുന്നതാണ് സൗകര്യം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. യൂസിംഗ് പോളാർ സ്ഫെറിക്കൽ കോർഡിനേറ്റ്സ് വി ഹാവ് x equal to a sin theta cos phi, y equal to a
sin theta, sin phi, theta. Where 0 less than or equal to theta less than or equal to 2 pi. Sorry, 0 less than or equal to phi less than or equal to 2 pi. 0 less than or equal to നിങ്ങൾക്ക് അതിന് ഞാൻ വരയ്ക്കുന്ന പെട്ടെന്നാണെങ്കിൽ പറയാം. ഇതാണ് പോയിന്റ് എങ്കിൽ ഇത് തീറ്റ, ഇതിനെ പ്രൊജക്ട് ചെയ്യുക, ഇതിന്റെ എക്സ് വൈ ഇസഡ്, ഇതാണ് ഫൈ. സോറി, ഇവിടുത്തെ എ വന്നിട്ടുണ്ട്. എടുത്താൽ ഇവിടുത്തെ പൊസിഷൻ വെക്ടർ ആർ തീറ്റ ഫൈ ഈക്വൽ ടു എ സൈൻ തീറ്റ കോസ് ഫൈ പ്ലസ് എ സൈൻ തീറ്റ സൈൻ ഫൈ ജെ പ്ലസ് എ കോസ് തീറ്റ കെ. സോ നമുക്ക് വേണ്ടത് ഏരിയയാണ്. അപ്പൊ നമുക്ക് എൻ വേണം. എൻ ആണെങ്കിൽ ഡോർ ബൈ ഇവിടുത്തെ വേരിയബിൾസ് യു വി അല്ല, ഫൈ ആണ്. ഡോർ ബൈ ഡോ തീറ്റയും ഡോർ ബൈ ഡോ ഫൈയും വേണം. സോ ഡോ ആർ ബൈ ഡോ ഈക്വൽസ് എ കോസ് തീറ്റ കോസ് ഫൈ ഐ എ കോസ് തീറ്റ സൈൻ ഫൈ ജെ മൈനസ് എ സൈൻ തീറ്റ കെ. Then dou r by dou phi equals minus a sin theta sin phi I plus a cos sin theta cos phi j. ഇവിടെ phi ഇല്ലാത്തതുകൊണ്ട് therefore n is equal to dou r by dou theta dou phi j k. ഇവിടെ പറയാം ഡിറ്റർമിനന്റ് I j cos theta cos phi a cos theta sin phi minus a sin theta, then minus a sin theta sin phi a sin theta cos phi, okay, which is equal to I into 0 minus a into a theta sin square theta, a square sin square theta minus j. അടുത്ത് വീണ്ടും ഇത് വരുമ്പോൾ 0 വരും, മൈനസ് ഇൻറ്റു മൈനസ് a into a square sin square, so 0 minus a square sin square theta sin phi. അടുത്ത് പ്ലസ് കെ ഇൻറ്റു ഇതും പോവും എ സ്ക്വയർ കോസ് സ്ക്വയർ ഫൈ സൈൻ തീറ്റ കോസ് തീറ്റ, എ സ്ക്വയർ സൈൻ തീറ്റ കോസ് തീറ്റ കോസ് ഫൈ കോസ് സ്ക്വയർ ഫൈ മൈനസ് ഇത് മൈനസ് മൈനസ് പ്ലസ് ആകും. എ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ സൈൻ തീറ്റ കോസ് തീറ്റ, എ സ്ക്വയർ സൈൻ തീറ്റ കോസ് തീറ്റ സൈൻ തീറ്റ ആണ്. സോ ഇത് വന്നിട്ട് ആദ്യം എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ കോസ് ഫൈ ഇൻറ്റു ഐ. അടുത്തത് മൈനസ് മൈനസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ സൈൻ ഫൈ ജെ. അടുത്ത് പ്ലസ് ഇവിടെ എ സ്ക്വയർ സൈൻ തീറ്റ കോസ് തീറ്റ കോമൺ ആണ്, സോ സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ, അപ്പോൾ അത് 1 ആകും. എ സ്ക്വയർ എന്ന് കിട്ടും. എ സ്ക്വയർ സൈൻ തീറ്റ കോമൺ ആണ്, കോസ് ഫൈ ഐ സൈൻ തീറ്റ സൈൻ ഫൈ ജെ പ്ലസ് കോസ് തീറ്റ കെ എന്നതിനെ എഴുതാൻ പറ്റും. അപ്പൊ ഇതാണ് n കിട്ടുന്നത്. Therefore area element ds is equal to variable d theta d phi mod n root of
a raised to 4 sin square theta അത് കോമൺ ആണ് into sin square theta cos square phi plus sin square theta sin square phi plus cos square theta. ഇവിടെ വന്നിട്ട് sin square theta കോമൺ ആണ്, cos square phi plus sin square phi അതുകൊണ്ടാകും phi theta എന്നാകും. sin square theta cos square theta വീണ്ടും അതുകൊണ്ടാകും. അപ്പോൾ ഫലത്തിൽ a raised to 4 sin square theta sin theta എന്ന് കിട്ടും. അത് മോഡിയൻ. Hence ds is equal to a square sin theta d phi. Therefore surface area S is equal to double integral over r a square sin theta യുടെയും ഫൈയുടെയും തീറ്റ വേരി ചെയ്യുന്നത് 0 to pi യും ഫൈ വേരി ചെയ്യുന്നത് 0 to 2 pi യുമാണ്. ഇന്റഗ്രൽ തീറ്റ വേരിയിങ് ഫ്രം 0 to ഇവിടെ ഫൈയുടെ ഓക്കെ ഇവിടെ രണ്ടും ഇതല്ലേ 0 to pi ഫൈ വേരിയിങ് ഫ്രം 0 to 2 pi a square sin theta d theta d phi. ഓക്കെ ഇവിടെ d phi ആദ്യം എഴുതാം. നമുക്ക് ഏത് ഓർഡർ എഴുതാം ഇവിടെ, കാരണം രണ്ടും കോൺസ്റ്റന്റ് ആയതുകൊണ്ട്. ആദ്യം ഫൈയിൽ ഇന്റഗ്രേറ്റ് ചെയ്താൽ ഇന്റഗ്രൽ തീറ്റ വേരിയിങ് ഫ്രം 0 to pi ഫൈ ഇവിടെ ഇല്ല, അപ്പോൾ a square sin theta into phi from 0 to 2 pi d theta equals a square into integral 0 to pi sin theta into അത് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുത്താൽ 2 pi d theta എന്ന് വരും. 2 pi a square into sin theta യുടെ ഇന്റഗ്രൽ മൈനസ് cos theta from 0 to pi okay, which is minus 2 pi a square into cos pi minus 1 cos 0 1. So minus എടുത്താൽ ഇത് 2 ആകും. So this is 4 pi a square. ഇതാണ് നമ്മുടെ നമുക്കറിയാവുന്നത് പോലെയുള്ള ഫോർമുല. So today we wind up the class. Thank you.